ദൃശ്യങ്ങൾ ന്യൂസ് 18 കൂടെ കാണാം. ഇപ്പോൾ അവിടെ അക്രമ സംഭവങ്ങൾ എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്നതിന് ഉദാഹരണമാണ് ഈ ദൃശ്യങ്ങൾ. അവിടെ മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങൾ ആക്രമിച്ചു, ക്യാമറകൾ തല്ലി തകർത്തു. ഇങ്ങനെ ഡി ഗ്യാങ്ങിന്റെ അഴിഞ്ഞാട്ടമാണ് ധർമ്മസ്ഥലയിൽ കണ്ടത്. അത് അല്പം മുമ്പ് വരെ തുടർന്നിരുന്നു. പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു. പോലീസിന് ഈ അക്രമം അടിച്ചമർത്തുവാൻ കഴിഞ്ഞില്ല. ഇപ്പോഴാണ് സ്ഥിതി അല്പമെങ്കിലും ഒന്ന് ശാന്തമായത്. അല്പസമയം മുമ്പും ആളുകൾ തടിച്ചുകൂടിയിരുന്നു അവിടെ. ഇന്നത്തെ പരിശോധന തീർന്ന ഉടൻ തന്നെയാണ് ഇങ്ങനെ ഒരു അക്രമം നടന്നത് എന്നതാണ്. അവിടെ ഡി ഗ്യാങ് നേരത്തെ തന്നെ തലപൊക്കിയതാണ്. അവർ കുറച്ച് ദിവസങ്ങളായി അവർ നിശബ്ദരായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും തലപൊക്കിയിരിക്കുകയാണ്. അവിടെ കൂടുതൽ രഹസ്യങ്ങൾ കുഴിച്ചെടുക്കുന്നു, കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു. ഇതിൽ അസ്വസ്ഥതപ്പെടുന്ന ഒരു ഗ്യാങ് ആണ് ഇങ്ങനെ ഡി ഗ്യാങ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. ഈ കൊലപാതകവുമായൊക്കെ അവർക്ക് ബന്ധമുണ്ട് എന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ നാട്ടുകാർ അവിടെ ഞങ്ങൾക്കറിയാം കുറേയേറെ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന് തെളിവുകൾ കൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്. പേര് പുറത്തു വരുന്നതിൽ പോലും അവർക്ക് ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ വന്നപ്പോൾ കൂടുതൽ അസ്വസ്ഥമാവുകയാണ് ഡി ഗ്യാങ്. അങ്ങനെ അവർ ഇന്ന് അക്രമം അഴിച്ചുവിടുന്ന കാഴ്ചയാണ് കണ്ടത്.